ഹായ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 5 മാർഗത്തെ പറ്റിയാണ്. അതായത് പാസീവ് ഇൻകത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മൾ ജോലി എടുക്കാത്തപ്പോഴും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതിരിക്കുമ്പോഴും നമുക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു 5 വഴികൾ, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കണം എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇൻകമെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് ഉണ്ടാക്കി അതിൽ നിന്നുള്ള വരുമാനം കൂടെ നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കത്തുള്ളൂ. സോ അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഇൻകമാണ്. അതായത് നമ്മൾ കമ്പനികളിലോ ഷെയറുകളിലോ ബോണ്ടുകളിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് അപ്പോൾ അവർ അവരുടെ വർഷാവസാനമാകുന്നുള്ള അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അതിന് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് തരുന്നു. അതാണ് ഈ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ ഷെയർ മാർക്കറ്റിലോ മറ്റോ നമ്മൾ ഷെയറുകൾ മേടിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ബോണ്ടുകൾ മേടിച്ചോ ആണ് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 500 രൂപ മുതൽ 1000 രൂപ മുതൽ തന്നെ നിങ്ങൾക്ക് ഷെയറുകൾ മേടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോണ്ടുകൾ മേടിച്ച് വെക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എത്രത്തോളം കൂടുതൽ എമൗണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒന്നുമില്ലെങ്കിൽ തന്നെ ചെറിയ തുകയിലാണെങ്കിൽ തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നമുക്ക് പല ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സെറോദ അല്ലെങ്കിൽ ഗ്രോ ആപ്പുകൾ, അങ്ങനെ പല ആപ്പുകളും ഷെയർ മാർക്കറ്റ് ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലൂടെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക, ഷെയറുകൾ മേടിക്കുക എന്നതാണ് ഇതിനുവേണ്ടി ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഈ റെൻ്റൽ ഇൻകമാണ്. അത് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെൻ്റൽ ഇൻകം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിലുള്ള റൈറ്റ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള, അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇങ്ങനെ ഈ വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകൾ അവർ കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് അത് മാളുകളാകാം അല്ലെങ്കിൽ ഈ IT പാർക്കുകളാകാം, അവ നിർമ്മിച്ച് അവർ റെൻറ്റിന് കൊടുക്കും. നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റെൻറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾക്ക് അവർ പ്രോഫിറ്റായിട്ട് നമുക്ക് നൽകുന്നതാണ്. അതായത് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനികൾ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നു. ആ ഫണ്ടിൻ്റെ ഷെയറുകൾ, അതിൻ്റെ ഒരു ഓഹരികൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പം അവർ ആ ഫണ്ട് ഉപയോഗിച്ച് വലിയ മാളുകളോ അല്ലെങ്കിൽ IT സ്ഥാപനങ്ങളോ ഉണ്ടാക്കിയിട്ട് അവരത് റെൻറ്റിന് കൊടുക്കുന്നു. അവർക്ക് കിട്ടുന്ന റെൻറ്റിൻ്റെ ഒരു വിഹിതം നമ്മൾക്ക് ഈ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് അവർ കൊടുക്കുന്നു. അതാണ് ഇത്തരം ബിസിനസ് മോഡലിൽ നടപ്പിലാകുന്നത്. അപ്പം എംബസി അല്ലെങ്കിൽ മൈൻഡ് സ്പേസ് എന്നൊക്കെ പറയുന്ന അനേകം കമ്പനികൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പുതിയൊരു ട്രെൻഡാണ് നമ്മുടെ രാജ്യത്തെ. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം, ചിലപ്പം ഓൺലൈനായിട്ടുള്ള ചില കോഴ്സുകളാകാം, അല്ലെങ്കിൽ ചില ടെംപ്ലേറ്റ്സുകളാകാം, അല്ലെങ്കിൽ ചില ഡിസൈനുകളാകാം, അല്ലെങ്കിൽ ഫോട്ടോസ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് ആകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റുകളാകാം. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും കാണുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത് മേടിക്കുന്നവരിൽ നിന്ന് നമുക്കിത് ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം കോഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പല സൈറ്റുകളുണ്ട്. ഉടുമി, കോഴ്സെറ എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ മനസ്സ് കോഴ്സ് ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ എപ്പോഴൊക്കെ ആൾക്കാർ മേടിക്കുന്നു അതിൻ്റെ ഒരു കമ്മീഷനായിട്ടുള്ള തുക നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഫോട്ടോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ സെറ്റ് ചെയ്യുന്ന അനേകം വെബ്സൈറ്റുകളുണ്ട്. അവിടെ നമ്മുടെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ആരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. നാലാമത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലേക്ക് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് കാണുകയും അതിൽ നിന്നുള്ള പരസ്യ വരുമാനവും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അതിൽ നിന്നുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൺസ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇൻകം വരുന്ന വഴിക്ക് നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും അതിന് വേണ്ടി പ്രയത്നിക്കേണ്ട ഒരു ആവശ്യമില്ല. അഞ്ചാമത്തെ പാസീവ് ഇൻകമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അതായത് SIP ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര തുകയായാലും 500 ആകാം, 1000 ആകാം, 5000 ആകാം, ലക്ഷങ്ങളാകാം. നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതൊരു കുറേ വർഷങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കും. 1 ഇയർ ആകാം, 2 ഇയർ ആകാം, 3 ഇയർ ആകാം. മിനിമം മ്യൂച്വൽ ഫണ്ടിൽ നമുക്കൊരു നല്ലൊരു റിട്ടേൺ ഒക്കെ വന്ന് തുടങ്ങണമെങ്കിൽ ഒരു 3 to 5 ഇയേഴ്സിലെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 3 ഇയർ കഴിയുമ്പോൾ മുതലേ നമുക്കൊരു നല്ലൊരു ഇൻകം വന്നു തുടങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു 6 മാസം കഴിയുന്നുള്ളത് തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഇതിലോട്ട് ഇറങ്ങരുത്. അപ്പം നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ്, പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ചിലപ്പം ഡബിളായിട്ട് തന്നെ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നതാണ്. 12% ഒക്കെയാണ് ഇപ്പോൾ മിനിമം മ്യൂച്വൽ ഫണ്ടിൽ ഇന്ത്യയിൽ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയിലേക്ക് നോക്കുക. അപ്പോൾ 5 പാസീവ് ഇൻകം
ഐഡിയാസാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് 1 or 2 എങ്കിലും നിങ്ങൾ മിനിമം ഇത് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ ഈ മാസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള വഴി ഏറ്റവും സുഗമമാക്കുക. വെൽത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും